രാമായണ മാസം ഈ കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം കഴിഞ്ഞ് തിരിച്ചു വരികയാണ് ഞാൻ. ഏതൊക്കെയാണ് നാലമ്പലങ്ങൾ? കണ്ണൂർ ജില്ലയിലുള്ളതാണ്. നമുക്ക് കണ്ടു നോക്കാം. ആദ്യത്തേത് നീർവേലി ശ്രീരാമ ക്ഷേത്രമാണ്. ഇതിന് പിന്നാലെ നമ്മൾ കണ്ടത് പെരിഞ്ചേരി ലക്ഷ്മൺ ക്ഷേത്രമാണ്. രണ്ടമ്പലങ്ങളിലും നെയ്വിളക്കും മഞ്ഞപ്പെട്ടി എടുത്തൊപ്പിക്കലാണ് മെയിനായിട്ടുള്ള വഴിപാട്. ഈ ലക്ഷ്മൺ ക്ഷേത്രത്തിൽ നമുക്ക് മീനൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. മീനിന് വേണ്ടിയിട്ട് ഒരു 10 രൂപയുടെ ഒരു വഴിപാട് നമ്മൾ റെസിറ്റ് വാങ്ങിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ മീനിന് വേണ്ടി ഭക്ഷണം കൊടുക്കാൻ പറ്റും. കുറേ സ്റ്റെപ്സൊക്കെ ഇറങ്ങിയിട്ട് പോവുക. വലിയൊരു ക്ഷേത്രക്കുളമാണ്. അതിനകത്താണ് നമ്മൾ ഈ മീനിന് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നത്. ഇതാ മീനിങ്ങനെ വന്നിട്ട് അരി കൊത്തിയെടുക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇനി ഈ ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു സീതാദേവിയുടെ ഒരു കൊച്ചു ക്ഷേത്രം കാണാൻ പറ്റും. നല്ല വയൽക്കരയിലുള്ള ഒരു കൊച്ചു ക്യൂട്ടായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. സീതാദേവിയാണ് ഇവിടെ സങ്കല്പം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നല്ല വയലിൻ്റെ നടുവിലായിട്ടുള്ളൊരു കൊച്ചു ക്ഷേത്രമാണിത്. പിന്നെ അടുത്തതായിട്ടുള്ളത് നമ്മുടെ എളയാവൂരിലെ ഭരത ക്ഷേത്രമാണ്. അവിടെ ഭരതനും ദേവിയുടെ സങ്കല്പമുണ്ട്. ചെറിയൊരു നാഗത്തിൻ്റെ ഒരു ഇതും കണ്ടു. ഇവിടുത്തെ മെയിൻ വഴിപാട് താമര എടുത്തൊപ്പിക്കലാണ്. താമര നമുക്കിങ്ങനെ ഇത് തളികയിൽ തരും. അത് നമ്മളവിടെ സമർപ്പിക്കുകയാണ് വേണ്ടത്. ഇതവിടെ നാഗത്തിൻ്റെ ഒരു പ്രതിഷ്ഠ ഏരിയ ഒക്കെ ഉണ്ട്. പിന്നെ അടുത്ത ക്ഷേത്രം ശത്രുഘ്ന ക്ഷേത്രമാണ്. പായം ശത്രുഘ്ന ക്ഷേത്രം. ഇതും നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. ഒരുപാട് തിരക്ക് അവിടെ അനുഭവപ്പെട്ടു. ഉച്ച സമയത്ത് ഭക്ഷണത്തിൻ്റെ സമയത്താണ് എത്തിയത്. കഞ്ഞിയും പയറും പിക്കിളും ആയിരുന്നു ഇന്നത്തെ നമുക്ക് ഭക്ഷണത്തിനായി കിട്ടിയിട്ടുള്ളത്. ഇവിടുത്തെ മെയിൻ വഴിപാടെന്ന് പറയുന്നത് ചക്ര എടുത്തൊപ്പിക്കലാണ്. ചക്ര എടുത്തൊപ്പിക്കാൻ നമ്മുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി നല്ല ഐശ്വര്യം വരുമെന്നാണ് അതിൻ്റെ ഒരു വിശ്വാസം. വലിയൊരു അമ്പലമാണിത്. ഇവിടെ ഒരുപാട് സ്റ്റോൾസ് ഒക്കെ ഉണ്ട്. നല്ല റഷാണ്, പക്ഷെ നല്ല ഭംഗിയുള്ളൊരു അമ്പലം. ആ കല്ലിൻ്റെ ഒരു ഭംഗിയൊക്കെ കണ്ട് ഞാൻ റെക്കോർഡ് ചെയ്തതാണ്. ചക്ര സമർപ്പണത്തിൻ്റെ ഡീറ്റെയിൽസ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ശത്രുഘ്ന ക്ഷേത്രങ്ങൾ തന്നെ വിരളമാണ്. അതിൽ മലബാറിലെ ഈ വഴിപാട് നടത്തുന്ന ആകെ ഒരു അമ്പലം ഈ അമ്പലം മാത്രമാണ്. കർക്കിടക മാസമാണെങ്കിലും മഴ അധികം ബുദ്ധിമുട്ടിച്ചൊന്നുമില്ല. വളരെ ഭംഗിയായിട്ട് എല്ലാ അമ്പലങ്ങളും തൊഴാൻ പറ്റി. ഒരു പുണ്യ അനുഭൂതി തന്നെയായിരുന്നു ഈ നാലമ്പല ദർശനം.